ഗോപാലേട്ടാ, ആ തിരുമേനിയോ? ഇക്കുറിയെ കണാരേട്ടനെതിരെ മത്സരിക്കുന്നത് ഞാനാണ്. തിരുമേനിയാണോ മത്സരിക്കണത്? വെറുതെ തമാശ പറയല്ലേ. തമാശ എന്നല്ല, ഞാൻ തന്നെയാ മത്സരിക്കണത്. അപ്പൊ ഗോതേരി കാണാനൊന്നുമില്ല. ഞാൻ ജയിച്ച കണാരേട്ടന്റെ കണ്ണി ഞാൻ കുത്തി പൊട്ടിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ കണാരേട്ടാ? നിങ്ങൾക്ക് എതിരായിട്ട് മത്സരിക്കണത് നമ്മളെ നമ്പൂരിയാണ്. നമ്പൂരിയാ? ഏത് നമ്പൂരി? നമ്മുടെ കേശവൻ നമ്പൂതിരി ഇപ്രാവശ്യം ഇലക്ഷൻ പൊടിക്കും. അയാൾക്ക് പൂജ കഴിക്കാനല്ലേ അറിയുള്ളൂ. അയാൾ എന്തിനാ ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്? കണാരേട്ടൻ കസേര മുറുക്കി പിടിച്ചിരുന്നോ? കാലൊടിയാതെ നോക്കണേ. എന്റെ കസാല ഭയങ്കര സ്ട്രോങ് അടോ. അതൊന്നും അങ്ങനെ ഒടിയണ കസാലയുള്ളൂ. കണാരേട്ടൻ എന്റെ ചങ്കല്ലേ. ചങ്ങൊക്കെ അവിടെ നിൽക്കട്ടോ. നീ സ്ട്രോങ് ആയിട്ട് എന്റെ കൂടെ ഉണ്ടായാൽ മതി. കണാരേട്ടന്റെ പിന്നിൽ എപ്പോഴും ഞാൻ. എന്നാ ശരിട്ടാ, ഈ നമ്പൂരി കണാരനോടാണ് കളിക്കാൻ പോണം. നമുക്കേ കേശവൻ നമ്പൂരി ഇപ്രാവശ്യം ഒരു പാരയാണ്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമുക്ക് എല്ലാ വീട്ടിലും കയറിപ്പോയിട്ട് വോട്ട് പിടിച്ചിരിക്കാന്നേ. എനിക്ക് പേടിയൊന്നുമില്ല. ഏത് നമ്പൂരി വന്നാലും കണാരൻ ജയിക്കും. कौन है? ഞാൻ അവിടുത്തെ അല്ല, ഞാൻ കൊമ്പത്തെ കണാരേട്ടനാ. हाँ बोलिए, क्या चाहिए आपको? ഈ ഹിന്ദിക്കാരനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? ആ ചായ ഒന്നും വേണ്ട, വോട്ട് മതി. ഭാര്യനെ വിളിക്കൂ. हाँ अच्छा, वाइफ को बुलाना है क्या? राजी। ആ കണാരേട്ടനോ? ഈ വാർഡിൽ മത്സരിക്കുന്ന ഈ കണാരേട്ടനാ. ആ വോട്ട് എനിക്ക് തരണം. അല്ല, എതിർ സ്ഥാനാർത്ഥി ആരാ? അത് നമ്മുടെ കേശവൻ നമ്പൂതിരിയാണ്. നമ്പൂരിക്ക് വോട്ടൊന്നും കൊടുക്കണ്ട കേട്ടാ. അത് അദ്ദേഹം എപ്പോഴും പൂജയിലായിരിക്കും. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്ത് വികസനം ചെയ്യാനാ? അല്ലമ്മേ, ഇയാളിവിടെ 5 വർഷം ഭരിച്ചിട്ട് എന്ത് വികസനം ഉണ്ടായേ? 5 വർഷം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കായിരുന്നു ഇവിടെ എന്ത് വികസന വരുത്തേണ്ടതെന്നും. നിങ്ങൾ ദുബൈയിലല്ലേ വർക്ക് ചെയ്യണത്? അതെ. അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ കൊച്ചിയിലൊന്നും ഇറങ്ങണ്ട, എയർപോർട്ട് ഇവിടെ വരും. അത് കണാരേട്ടൻ ഇവിടെ കൊണ്ടുവരും. ഈശ്വര, നല്ല തള്ളാണല്ലോ. അപ്പൊ ഹാപ്പി ആയില്ലേ? കണാരേട്ടൻ പോവണം. വോട്ട് മറക്കരുതിട്ടാ. അത് കണാരേട്ടൻ. ആ ഓക്കെ. ഇപ്പൊ കേറിയ വോട്ടൊക്കെ നമുക്ക് തന്നെയാന്നേ. ഒന്നും പേടിക്കണ്ട കണാരേട്ടൻ. ആ നമ്മൾ ഇത്ര വീട് കയറിയില്ലേ, ഇത്ര വീട്ടിലേക്കുള്ള ആ വോട്ടൊക്കെ നമുക്ക് തന്നെ കിട്ടും. നമസ്കാരം. അത് ഇവിടെ വേണോ? കാര്യം നിങ്ങളെ അനിയനാണ് എൻ്റെ എതിർ സ്ഥാനാർത്ഥി. പക്ഷെ നിങ്ങളെ വോട്ട് അത് കണാരേട്ടന് തന്നെ. അല്ല, കണാരന്റെ പാർട്ടിന്റെ ചിഹ്നം എന്താ? അത് നമ്മുടെ തീപ്പെട്ടി കണാരേട്ടന്റെ ചിഹ്നം. അയ്യോ, ഞാൻ മറന്നു. നിങ്ങളുടെ പാർട്ടിന്റെ പേരെന്താ? ഞങ്ങളെ പാർട്ടിയുടെ പേരറിയില്ല ഇതുവരെയായിട്ടും. അതാണ് PKP. ഓ അതച്ഛാ, പണിയില്ലാത്ത കണാരേട്ടന്റെ പാർട്ടി, അതാണ് PKP. അതൊക്കെ ആൾക്കാർ കളിയാക്കി പറയണല്ലേ. ഞങ്ങളെ പാർട്ടി PKP, പൊളിറ്റിക്കൽ കേരള പാർട്ടി. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ എൻ്റെ അനിയനെ വോട്ട് കൊടുക്കുള്ളൂ. ഞങ്ങളും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ മകൻ സുഗു എനിക്ക് വോട്ട് ചെയ്തു. അല്ല, എൻ്റെ മോൻ സുഖം എവിടെ? ആ, സുഗുവിനെ ഞാൻ പോസ്റ്റ് ഒട്ടിക്കാൻ വിട്ടേക്കാം. അപ്പൊ മറക്കണ്ട കേട്ടാ, വോട്ട് കണാരേട്ടാ. വോട്ട് നിങ്ങൾക്ക് തന്നെ, ധൈര്യമായിട്ട് പോയിക്കോളൂ. നേരെ 1 മണി. സുഖുവിന് ഭക്ഷണമൊന്നും വേണ്ടേ? അതിന് സുഖേട്ടൻ കണാരേട്ടന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ പോയതല്ലേ. രാവിലെ 3 മണിക്ക് നീറ്റ് പോയതാ. എപ്പോ വരാനാവോ? ഓ, വിശന്നിട്ട് വയ്യ. ആ ഇതാരാ വന്നേക്കണത്? അമ്മയുടെ പുന്നാര മോൻ പോസ്റ്റർ ഒക്കെ ഒട്ടിച്ചിട്ട് വയ്യാണ്ടായിട്ട് ക്ഷീണിച്ച് വന്നിട്ടുണ്ട്. നീ വല്ലാണ്ട പറയൊന്നും വേണ്ട. കണാരേട്ടന് വേണ്ടിട്ടേ ഞാൻ എന്റെ ജീവൻ കൊടുക്കും. എന്റെ സുഖേട്ടാ, നിങ്ങളുടെ അമ്മാമനല്ലേ മത്സരിക്കണത്, എന്നിട്ട് നിങ്ങൾ ആ കണാരേട്ടന്റെ കൂടെയാണോ നടക്കണത്? അല്ല, അത് പിന്നെ അമ്മാമനോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. പാർട്ടി വേറെ, ബന്ധം വേറെ. ഞാൻ കണാരേട്ടനെ വോട്ട് ചെയ്യുള്ളൂ. എന്ത് പിന്നെ? നിനക്ക് വല്ല സ്നേഹമുണ്ടോ? അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. സ്നേഹവും പാർട്ടിയും ഒരു തുലാസിലിട്ട് തൂക്കണത് വളരെ മോശമാണ് അമ്മേ. നിങ്ങൾ ഇങ്ങനെ കണാരേട്ടനെ താങ്ങി നടന്നു. ഞാൻ ഏതായാലും അമ്മാവനെ വോട്ട് ചെയ്യുള്ളൂ. ഞാൻ എൻ്റെ അനിയനെ വോട്ട് ചെയ്യുള്ളൂ. ഓ, നിങ്ങൾ ആർക്കച്ചാ വോട്ട് ചെയ്യേ? എന്റെ ആത്മാവും പാർട്ടിയും അത് കണാരേട്ടനാ. എനിക്ക് എൻ്റെ അനിയൻ കഴിഞ്ഞുള്ളൂ കണാരേട്ടനൊക്കെ. ഏട്ടാ,
ഈ രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങണോ? നമുക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അല്ല, ഏട്ടൻ ജയിക്കൂ? എന്താ അത്ര സംശയം? അതിനൊക്കെയുള്ള വഴി ഞാൻ എപ്പോഴോ കണ്ടിട്ടുണ്ട്. എന്നാ മതി. പ്രാവശ്യം ഞാൻ അയാളെ മെമ്പർ കസാലയിൽ നിന്ന് ഇറക്കും. കുറെ കാലായി അയാൾ ഈ നാട് കുട്ടിച്ചോറാക്കും. എന്തിനമ്മ പേടിക്കണേ? ഞാനും നാട്ടുകാരും എല്ലാ അച്ഛന്റെ പിന്നിലുണ്ട്. അച്ഛൻ തന്നെ ജയിക്കുള്ളൂ. അല്ല, ജയിച്ചാ മതി. അയാളെ തള്ളി കസേരമൊന്ന് താഴെ ഇട്ടിട്ട് എനിക്കൊരു വിശ്രമമുള്ളൂ. അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോളൂ. ഇലക്ഷൻ കഴിഞ്ഞു, സമാധാനായി. കാണാരേട്ടാ, നമ്മൾ ജയിക്കും. സുഖു, നീ എല്ലാ വീട്ടിലെ വയസ്സന്മാരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചില്ലേ? എന്റെ കാണാരേട്ടാ, ഞാൻ എല്ലാ വയസ്സന്മാരെയും പിടിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു. കാണാരേട്ടൻ പേടിക്കണ്ട. അല്ല, നമ്പൂരിക്കൊരു ടെൻഷനും ഇല്ല. ഇപ്രാവശ്യം നമ്പൂരി കൊണ്ടുപോകും. എനിക്കൊരു ടെൻഷനും ഇല്ല. കാണാരേട്ടിന് ഞാനൊരു ചെക്ക് വെച്ചിട്ടുണ്ട്. ചെക്കാ? എന്തുട്ടി ചെക്ക്? അതൊക്കെ നിങ്ങക്ക് നാളെ റിസൾട്ട് വരുമ്പോ മനസ്സിലാവും. എന്റെ സുഖേട്ടാ, നിങ്ങളല്ലാണ്ട് ആരെയും ഈ കാണാരേട്ടനെ താങ്ങി നടക്കുമോ? നമ്മുടെ ഇവിടെ അമ്മാവനുണ്ടപ്പോ. അതെ, ഇന്നലെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, ബന്ധം വേറെ പാർട്ടി വേറെ. കാണാരേട്ടനെ എന്റെ ചങ്കാണ്. എന്തേ? നാളെ നമ്പൂരി റിസൾട്ട് വന്നാൽ നിങ്ങൾ അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ എന്റെ സുഖം മുട്ട അടിക്കും. എന്താ ചേട്ടാ പറയണത്? ഞാൻ മുട്ടൊന്നും അടിക്കില്ല. എന്നാൽ ഞാൻ പകുതി മീശ അടിക്കും. അതൊക്കെ. എങ്ങാനും ഞാൻ തോൽക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി എന്റെ പെങ്ങള് മുട്ടടി. ഞാൻ റെഡിയാണ് മുട്ടയടിക്കാൻ. ആര് മുട്ടടിച്ചില്ലെങ്കിലും ഞാൻ അടിക്കും. എന്റെ അച്ഛൻ ജയിച്ചില്ലെങ്കിൽ എന്നെ ഇങ്ങനെ വിളിച്ചോളൂ. അത് നമുക്ക് നാളെ കാണാം. അല്ല പിന്നെ, നാളെ കാണാരേട്ടനെ ഒരു ബാർബറെ റെഡിയാക്കി വെച്ചോളൂ, മീശ പഠിക്കാൻ. അല്ല ഗോപാലേട്ടാ, നാളെ നമ്മൾ ജയിക്കില്ലേ? എന്താ കാണാരേട്ടാ പറയണത്? നമ്മൾ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നേ. കാണാരേട്ടാ, എങ്ങാനും നാളെ തോൽക്കുകയാണെങ്കിലേ മീശ പോവൂട്ടോ. ഈ മീശ ഇവിടെ തന്നെ ഇരിക്കും. അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കണ്ട. നമ്മളെ കാണാരേട്ടൻ ജയിക്കും. ഞാൻ എത്ര ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടെന്നാ. അത് മതി ചേട്ടാ. ചേട്ടനാണ് നമ്മുടെ പാർട്ടിന്റെ മുതൽക്കൂട്ട്. അയ്യോ തൊറ്റേ കണാരേട്ടൻ തൊറ്റേ പോയി പോയി കണാരേട്ടൻ തൊറ്റേ പൊട്ടിയല്ലോ പൊട്ടിയല്ലോ കണാരേട്ടൻ പൊട്ടിയല്ലോ പോയി പോയി പോയി. ഗോപാല, സുഖു, നമ്മൾ തോറ്റില്ലേ? സാരല്ല കാണാരേട്ടാ. അതെ, കാണാരേട്ടൻ അങ്ങോട്ട് നോക്കണ്ട കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മാനം പോവും. നമ്മൾ മാക്സിമം പരിശ്രമിച്ചതല്ലേ. ദൈവനിശ്ചയം അല്ലാണ്ട് എന്താ? സത്യമായിട്ടും മരുവനെ ഇന്ന് ഇവിടെ ജയിച്ച പാർട്ടിയാണ്. ബിരിയാണിയാണ്, വേണമെങ്കിൽ ഒന്ന് ഞെണ്ണിക്കോ. അല്ല, കാണാരേട്ടനും ഗോപാലേട്ടനും കൂടി വരാട്ടോ. ഒരു തെരഞ്ഞെടുപ്പ് ആവുമ്പോ ജയവും തോൽവിയൊക്കെ ഉണ്ട്. അതൊക്കെ സർവ്വസാധാരണാണ്. എന്നാലും ഇങ്ങനെ ഉണ്ടോ ഒരു തോൽവി? സുഖേട്ടാ, ഇന്ന് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നാണോ മാനൂലിയാട്ടെ, വേണമെങ്കിൽ ഒന്ന് വിട്ടിട്ട് പോക്കോ. അല്ല കണാരേട്ടാ, ഇപ്പൊ എങ്ങനെ ഉണ്ട്? ഓടാ കാണാരേട്ടാ, അവിടക്ക്. കാണാരേട്ടാ, നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? ഞാനൊരു ന്യൂസ് അറിഞ്ഞിട്ടാണ് വരുന്നത്. അതെ, നിങ്ങൾ തോൽക്കാണല്ലേ പ്രധാന കാരണം ആരറിയോ? നിങ്ങളുടെ വലം കൈയായ നമ്മുടെ ഗോപാലേട്ടൻ. എന്റെ ഗോപാലനാ ചേച്ചി? അതെ, നമ്മുടെ ഗോപാലേട്ടൻ. എന്താ ഉണ്ടായതെന്ന് കാണാരേട്ടൻ അറിയണ്ടേ? ഗോപാലേട്ട ഒന്നിങ്ങോട് വന്നേ, ഒരു കാര്യം പറയാണ്ട്. എന്താ തിരുമേനി പതിവില്ലാത്തൊരു വിളി? നിങ്ങൾ എന്തിനാ ഗോപാലേട്ട ആ കാണാരേട്ടന്റെ പിന്നാലെ അങ്ങനെ നടക്കണം? അയാള് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വികസനവും നടക്കില്ല. നമ്പൂരിന്റെ കാണാരേട്ടനെ പറ്റി പറയരുത്. 5 വർഷം ഗോപാലേട്ടൻ കാണാരേട്ടനെ ഇങ്ങനെ താങ്ങി നടന്നു. എന്നിട്ട് എന്ത് കിട്ടി? ഇടയ്ക്കൊക്കെ ഒരു ചായ ഒരു പപ്പടവടയും കിട്ടാറുണ്ട്. അയ്യയ്യേ, ഒരു ചായയും പപ്പടോടെയും. എന്ത് പറഞ്ഞാലും കാണാരേട്ടന്റെ ചങ്ക. ഗോപാലേട്ടൻ എന്റെ കൂടെ വന്നാ ഗോപാലേട്ടന് ഗുണമുണ്ടാവും. ചതിക്കാൻ എന്നെ കിട്ടില്ല. ഗോപാലേട്ടൻ ശരിക്കും ഒന്ന് നോക്കിയേ. എന്നാ ഗോപാലേട്ടൻ ചതിക്കാൻ റെഡിയാ. എന്നാ ഗോപാലേട്ടൻ ഇതങ്ങോട്ട് പിടിച്ചു. കാണാരേട്ടൻ ഇതുവരെ ഒന്നും തന്നില്ല. നമ്പൂരി 500എങ്കിലും തന്നൂലോ. ഇനി മുതല് നമ്പൂരിയുടെ കൂടെയാ.
ഇടയ്ക്ക് ഇങ്ങനെ നോട്ട് വന്നുകൊണ്ടിരിക്കും. അയ്യോ കാണാരേട്ടാ, ചെരുപ്പ് മറന്നു വെച്ചു. 2 മിനിറ്റ് ഇവിടെ നിൽക്ക്, ഇപ്പൊ വരാട്ടോ. അതെ, അയാൾക്ക് വോട്ട് ചെയ്യണ്ട. 5 കൊല്ലം ഭരിച്ചിട്ട് അയാൾ കുട്ടിച്ചോറാക്കി. ഇനി നമ്പൂരിക്ക് ചെയ്താൽ മതി കേട്ടോ. ശരി പോട്ടെ കേട്ടോ, ഞാൻ പറഞ്ഞൊന്നും പറയണ്ട കേട്ടോ. എന്തൊക്കെയാ കൊച്ചു കേരളത്തിൽ നടക്കണേ. ഒക്കെ നടക്കും, നീ നോക്കണ്ട, നടക്ക്. അയ്യോ ദാഹിച്ചിട്ട് വയ്യ, ഞാൻ ലേശം വെള്ളം കുടിച്ചിട്ട് വരാട്ടോ. അതെ, അനിയന് വോട്ട് ചെയ്താൽ മതിട്ടോ, അയാൾ കുട്ടിച്ചോറാക്കും. ഇയാൾ എന്ത് മനുഷ്യനാ, കൂടെ നടന്നിട്ട് കാല് വരുന്നോ? ഇയാൾക്ക് നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ട്. കാണാറേട്ടാ, വയറ്റിന് എന്തോ ഒരു അസുഖം. ഞാനൊന്ന് ലണ്ടനിൽ പോയിട്ട് വരാം, ഒന്ന് നിൽക്കോട്ടാ. അതെ, അയാൾക്ക് വോട്ട് ചെയ്യണ്ട, പണിയാവും. നമ്പൂരിക്ക് ചെയ്താൽ മതി കേട്ടോ. ആണോ? ഇതാണ് അന്ന് ഉണ്ടായത്. അയ്യോ എന്നെ തല്ലല്ലേ. നിന്നെ ഞാൻ പോയോ? അയാൾ പോയി, അവിടെ ചെരുപ്പ് ഇവിടെ വിട്ടുപോയി. ഈ ചെരുപ്പ് എടുക്കാൻ വരും, അപ്പൊ ഞാൻ കണ്ടോളാം. ചെരുപ്പ് അയാളുടെ കയ്യിൽ കിട്ടി, ഇനി എനിക്കത് വേണ്ട. ഗോപാല, നീ ഇന്ന് എനിക്കിട്ട് പാര വെച്ച്, നാളെ നമ്പൂരിക്കിട്ട് പാര വയ്ക്കും. ഏയ്, ഞാൻ നമ്പൂരിനെ ചതിക്കില്ല. അല്ല ഗോപാലേട്ടാ, നിങ്ങൾ എന്നെ ചതിക്കുവോ? ഏയ്, ഞാൻ നമ്പൂരിനെ ചതിക്കോ? നമ്പൂരി എന്റെ ചങ്കല്ലേ, ഞാൻ എന്നും നമ്പൂരിയുടെ കൂടെ ഉണ്ടാവും. അതുപോലെ അയാള് നമ്പൂരിനെയും ചതിക്കും. അയാൾ ആരാ പോട്ടത്?